ഹായ്, കീം എൻട്രൻസ് എക്സാമിനേഷനുമായി ബന്ധപ്പെട്ട ഈ സ്പെഷ്യൽ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്റഗ്രേഷന്റെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഷോർട്ട് കട്ടാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇവാലുവേഷൻ ഓഫ് ഡെഫിനിറ്റ് ഇന്റഗ്രൽ വിത്തൗട്ട് ഇന്റഗ്രേഷൻ ചെയ്യാതെ തന്നെ ഡെഫിനിറ്റ് ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യാനുള്ള ഒരു ഷോർട്ട് കട്ടാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. കീം എൻട്രൻസ് എക്സാമിനേഷന് മാത്രമല്ല, CUET, NDA, JEE തുടങ്ങിയ കോമ്പറ്റീറ്റീവ് എക്സാമിനേഷൻ എല്ലാം ഈ ഷോർട്ട് കട്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആകും. സോ ഈ ചാപ്റ്റർ, ഇന്റഗ്രേഷൻ എന്ന ചാപ്റ്റർ വളരെ ഭംഗിയായിട്ട് നിങ്ങൾ പഠിക്കുക. എന്നാൽ വളരെ ഫാസ്റ്റ് ആയിട്ട് നമുക്ക് ആൻസർ കണ്ടെത്താൻ ഇത്തരം ഷോർട്ട് കട്ടുകളിലൂടെ പഠിക്കേണ്ടതുണ്ട്. ഷോർട്ട് കട്ട്സ് മാത്രം പഠിച്ചാൽ പോരാ. ഇന്റഗ്രേഷൻ എന്ന ചാപ്റ്റർ +2 നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ആ ബേസിക് കോൺസെപ്റ്റ്സ് എല്ലാം ഭംഗിയായി മനസ്സിലാക്കുക. ഒപ്പം എക്സ്ട്രാ ഷോർട്ട് കട്ട്സ് കൂടെ പഠിച്ചാൽ നമുക്ക് വളരെ ഫാസ്റ്റ് ആയിട്ട് ആൻസേഴ്സിലേക്ക് എത്താൻ സാധിക്കും. വിത്തിൻ 10 സെക്കൻഡ്സിൽ നമുക്ക് ആൻസറിലേക്ക് എത്താൻ സാധിക്കുന്ന രീതിയിലാണ് ഷോർട്ട് കട്ടുകൾ നമ്മൾ പരിചയപ്പെടുത്തുന്നത്. സോ ഇന്റഗ്രൽ -5 to 5 മോഡുലസ് ഓഫ് x+2 dx NCERT ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു പ്രോബ്ലമാണ് ഇത്. നിങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഇന്റഗ്രേഷൻ ചെയ്ത് ഡെഫിനിറ്റ് ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യാൻ പഠിച്ചിട്ടുണ്ട്. ഈ വർഷത്തെ +2 സ്റ്റേറ്റ് സിലബസുകാർക്കും ഇത്തരത്തിലൊരു ക്വസ്റ്റ്യൻ ചോദിച്ചതാണ്. എന്നാൽ നമുക്ക് അത്രയും സമയം, സാധാരണ ഒരു 2 to 3 മിനിറ്റ്സ് വരെ ഇത് ഇവാലുവേറ്റ് ചെയ്യാൻ നമ്മൾ സ്പെൻഡ് ചെയ്യാറുണ്ട്. ഇവിടെ ജസ്റ്റ് 10 സെക്കൻഡ്സ് കൊണ്ട് നമുക്ക് ആൻസറിലേക്ക് എത്താം. സോ ഇന്റഗ്രൽ -5 to 5 മോഡുലസ് ഓഫ് x+2 dx ആൻസർ എന്താണ്? 29. ഇതെങ്ങനെയാണ് കിട്ടുന്നത് നോക്കിക്കോളൂ. -5 to 5 ഒരു ലൈൻ വരയ്ക്കുക. ഇങ്ങേറ്റം -5, ഇപ്പുറത്തുള്ളത് +5. ആ ലിമിറ്റ് എഴുതുക, -5 to 5. നെക്സ്റ്റ് ഈ മോഡുലസ് 0ക്ക് ഇക്വേറ്റ് ചെയ്യുക. x+2 = 0. എക്സിന്റെ വാല്യൂ -2. അത് ഈ രണ്ട് നമ്പറിനും ഇടയ്ക്കുള്ള ഒരു നമ്പർ ആയിരിക്കും, അത് എഴുതുക. ഇനി വളരെ സിമ്പിൾ ആണ്, ഇത്രയേ ഉള്ളൂ. നോക്കിക്കോ, ഇത് മൈനസ് ഇത് 5 -2 എന്ത് കിട്ടി? 7. നെക്സ്റ്റ് ഇത് മൈനസ് ഇത് -2 -5 ദാറ്റ് ഈസ് 3. നെക്സ്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഈ കിട്ടിയ നമ്പർ ഇൻറ്റു സെയിം നമ്പർ, അപ്പൊ 3 × 3 പ്ലസ് ഈ കിട്ടിയ നമ്പർ ഇൻറ്റു സെയിം നമ്പർ 7 × 7 ബൈ എന്താണ്? 2. പരിപാടി കഴിഞ്ഞില്ലേ? വളരെ സിമ്പിൾ ആണ്. എന്താണ് ഇവിടെ കിട്ടിയ നമ്പർ ഇൻറ്റു ആ നമ്പർ തന്നെയാണ് 3 × 3 പ്ലസ് ഇവിടെ കിട്ടിയ നമ്പർ 7 തന്നെയാണ് 7 × 7 ബൈ 2. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 9 പ്ലസ് എന്താണ്? 49, 58/2. ആൻസർ എന്താണ്? 29. ഇത് വളരെ എളുപ്പത്തിൽ s² + b² 2 എന്നൊരു ഷോർട്ട് കട്ട് ഉണ്ട്. അതായത് ഈ കിട്ടിയ നമ്പർ a എന്ന് കൊടുക്കുക, ഇത് b എന്ന് കൊടുക്കുക. അപ്പൊ എന്ത് കിട്ടും? s² + b² 2 49 + 9/2 29 എന്ന് കിട്ടും. പക്ഷേ എല്ലാ പ്രോബ്ലത്തിനും ആ ഷോർട്ട് കട്ട് യൂസ്ഫുൾ അല്ല. അതുകൊണ്ടാണ് അങ്ങനെ സൂചിപ്പിക്കാതെ ഡീറ്റെയിൽഡ് ആയിട്ട് ഈ രീതിയിൽ പറഞ്ഞത്. അപ്പൊ അത്തരത്തിലും ഒരു ഷോർട്ട് കട്ട് ഉണ്ട്. s² + b² 2. ഇത് a, ഇത് b എങ്കിൽ ആൻസർ എന്താണ്? s² + b² 2. ഓക്കെ. നെക്സ്റ്റ് ഇന്റഗ്രൽ 2 to 8 മോഡുലസ് ഓഫ് x-5. ഇപ്പൊ പറഞ്ഞ സ്ഥിതിക്ക് എങ്ങനെയാണ്? 2 എഴുതുക, 8 എഴുതുക. x-5 = 0. x എന്താണ്? 5. അതിവിടെ മാർക്ക് ചെയ്തു. ഇനി എന്താണ്? 8 - 5 എന്ത് കിട്ടി? 3. അടുത്ത് 5 - 2 എന്ത് കിട്ടി? 3. നമ്മുടെ ഫോർമുല s² + b² 2 9 + 9/2 18/2. ആൻസർ എന്ത് കിട്ടും? 9. ആക്ച്വലി അങ്ങനെയാണ് കിട്ടുന്നത്. ഈ നമ്പർ 3 ഇൻറ്റു അതേ നമ്പർ പ്ലസ് ഈ നമ്പർ ഇൻറ്റു അതേ നമ്പർ ബൈ 2. അതാണ് ജനറൽ മെത്തേഡ്. എളുപ്പത്തിൽ നമുക്ക് s² + b² 2 എന്ന് എഴുതാം. അത് എന്തുകൊണ്ട് സൂചിപ്പിച്ചു എന്ന് ചോദിച്ചാൽ അതിന്റെ ആൻസർ ആണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇന്റഗ്രൽ 0 to 1 മോഡുലസ് ഓഫ് 5x - 3 dx. ഇവിടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 0 to 1 ആണ്. അപ്പൊ ഇങ്ങേയറ്റം 0, അങ്ങേയറ്റം 1 കൊടുത്തു. നെക്സ്റ്റ് അകത്തിരിക്കുന്ന 0ക്ക് ഇക്വേറ്റ് ചെയ്താൽ 5x - 3 = 0. 5x = 3, x = 3/5 മാർക്ക് ചെയ്തു. എങ്ങനെയാണ് സബ്ട്രാക്ട് ചെയ്യേണ്ടത്? 1 - 3/5. 1 - 3/5 ആൻസർ എന്ത് കിട്ടും? 2/5 എഴുതി. നെക്സ്റ്റ് എന്താണ്? 3/5 - 0 3/5. ആൻസർ ഇവിടെ എഴുതുമ്പോൾ ഇവിടെ വരുന്നത് ഫ്രാക്ഷൻ ആണെങ്കിൽ, ഫ്രാക്ഷൻ അല്ല എങ്കിൽ s² + b². ഇത് a, ഇത് b ആണെങ്കിൽ s² + b² 2 നോ പ്രോബ്ലം. പക്ഷെ ഫ്രാക്ഷൻ വന്നാൽ നോക്കുക, ആദ്യം ചെയ്യേണ്ടത് ഈ 3/5 ഇൻറ്റു ഈ ന്യൂമറേറ്ററിൽ ഇരിക്കുന്ന നമ്പർ, അതായത് 3 × 3/5 പ്ലസ് അതേപോലെ ഇവിടെ ന്യൂമറേറ്റർ 2 അല്ലേ, 2 × 2/5 ബൈ എന്താണ്? 2. അപ്പൊ ഇവിടെ s² + b² 2 പറ്റത്തില്ല. അതുകൊണ്ടാണ് തുടക്കത്തിലെ ഈ രീതി തന്നെ സൂചിപ്പിച്ചത് അല്ലെ. നമ്മൾ നേരത്തെ പറഞ്ഞത് എന്താണ്? ഇവിടെ 3 എന്ന് പറഞ്ഞാൽ 3/1 എഴുതാമല്ലോ. അപ്പൊ 3/1 × 3, അതാണ് 3 × 3, അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. പ്ലസ് ഇതും 3/1, അപ്പൊ 3 × 3/1, അതായത് 3 × 3 എന്ന് കിട്ടും. ഓക്കെ. അപ്പൊ ഇവിടെ ചെയ്ത പിണതായിട്ട് പിടികിട്ടിയായിരുന്നു എന്താണ്? 3 × അതായത് ന്യൂമറേറ്റർ ഇൻറ്റു
ആ ഫ്രാക്ഷൻ 3/5 പ്ലസ് ഇവിടുത്തെ ന്യൂമറേറ്റർ 2 × 2/5 ബൈ എന്താണ് 2. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 9/5 പ്ലസ് 4/5 by 2, that is 13/5/2, 13/10 എന്ന് കിട്ടും. ഒരു ക്വസ്റ്റ്യൻ കൂടെ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. 0 to 4 മോഡുലസ് ഓഫ് x - 1 അല്ലേ? നിങ്ങൾക്കറിയാം 0 to എന്താണ് ഇവിടെ 4 ആണ്, x = 1 ആണ്. പെട്ടെന്ന് തന്നെ ചെയ്യാം. 4ൽ നിന്ന് 1 കുറച്ചാൽ 3, 1 - 0 എന്താണ് 1. സോ ആൻസർ എന്താണ് s² + b²/2. ഫ്രാക്ഷൻ വന്നാലേ ഈ മെത്തേഡിന്റെ ആവശ്യമുള്ളൂ, അല്ലെങ്കിൽ s² + b²/2. 9 + 1 10/2 5 വിത്തിൻ 10 സെക്കൻഡ്സ്. 10 സെക്കൻഡ്സ് പോലും വേണ്ട, ലെസ് ദാൻ 10 സെക്കൻഡ്സിൽ ആൻസറിലേക്ക് എത്താം. തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ സ്ഥിരമായി ചോദിക്കാറുണ്ട്. ഈ വർഷവും കീം എൻട്രൻസ് എക്സാമിനേഷൻ ചോദിക്കുകയാണെങ്കിൽ ഈ സൂപ്പർ ഫാസ്റ്റ് മെത്തേഡിൽ കൂടെ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നെക്സ്റ്റ് ഡേ മറ്റൊരു സൂപ്പർ ട്രിക്കുമായി വീണ്ടും കാണാം. വെയിറ്റ് ഫോർ ദ നെക്സ്റ്റ് ക്ലാസ്. ടിൽ ദെൻ ബൈ ബൈ.